പ്രിയമുള്ള സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ സോഷ്യൽ മീഡിയ LCD ക്ലിപ്പിന്റെ സഹായത്തോടുകൂടെ ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫിയുടെ പ്രഭാഷണമാണ് അടുത്ത് നടക്കാനിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സമാധാനരായ യോഗാധ്യക്ഷൻ ഷെയ്ഖ് നസീം സാദിഖ് ഉസ്താദ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാധാനായ ഉപാധ്യക്ഷൻ ഷെയ്ഖുന കമറുമത്തൂർ AP ഉസ്താദ്, അഭിമന്യനായ കുസുമത് പൊക്കൂട്ട് സാഹിബ്, നാസർ ഹിസ് കൂടത്തായി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, അഭിമന്യരായ നേതാക്കളെ, വളരെ നേരത്തെ തന്നെ ഇവിടെ ഒത്തുകൂടിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുറത്തിറങ്ങാൻ കഴിയാതെ ക്ലാസ് റൂമിലുടെങ്കിലും എന്താണ് നടക്കുന്നത് കേൾക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം കെട്ടുപോയ കാന്തപുരം വിഭാഗങ്ങൾ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ വളരെ നല്ലൊരു സംഗമത്തിലാണ് ഒത്തുകൂടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു കാര്യം ഉണ്ടാകാറുണ്ട്. കാന്തപുരത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും, പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഇയാളെ മുഷാവറയ്ക്കെടുത്തത്. ഇത് ഞാൻ പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടാകാറുണ്ട്. കാരണം നമ്മുടെ ജില്ലയിൽ നിന്നാണല്ലോ ഈ ഹതഭാഗ്യം ഉണ്ടായത് എന്നുള്ള ഒരു വിഷമം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടെ അൽഹംദുലില്ലാ അന്തസ്സോടെ എവിടെയും പറയാലോ, പാലക്കാട് ജില്ലയിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഷ്ടകാലം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയാൻ കഴിയുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ തന്നെയാണ് എനിക്കുന്നത്. മറ്റേ എവിടെ ചെല്ലുമ്പോഴും ഇതിങ്ങനെ പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് അയാളെ മുഷാവറയ്ക്കെടുത്തെന്ന് പറയുമ്പോൾ ഒരു മനസ്സിന് വിഷമമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത് ഇവിടെ തന്നെ അവസാനിപ്പിച്ചു. നേരത്തെ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ അത് സാധിച്ചത്. ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ ആ കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്കുകൾ അഡ്വക്കേറ്റ് ഷംസുദ്ദീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കി തന്നിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി എന്തായാലും പുറത്തു വരാൻ കഴിയാത്ത വിധം ഇപ്പൊ ഇവിടെ ഇന്നലെ ഞങ്ങൾ നോക്കി, പിരിട്ട് നോക്കി, മഷിട്ട് നോക്കി, എങ്ങനെ നോക്കിയാലും ഒന്നെങ്കിലും കണ്ണീർ തൊട്ടായിരിക്കാൻ ഒരു സാധനത്തിനെ പോലെ ഇന്നലെ കാണാനുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നലെ രാവിലേക്ക് എന്തായിരുന്നു, പല ഭാഗത്ത് പടക്കം പൊട്ടിച്ചു. ഇന്നലെ രാവിലെ ഇവർ പല സ്ഥലത്തും പടക്കം പൊട്ടിച്ചു. ഞാൻ രാത്രിയൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, നാളെ കാണാം 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. 12,000 വോട്ട് എത്ര കറക്റ്റായോ. പണ്ട് പൊന്നാനിയിൽ 72,000 വോട്ടിനാണ് ജയിച്ചത്. ആ പറഞ്ഞ ആളുകളോട് പറഞ്ഞു 12,000 വോട്ട്. പക്ഷെ എണ്ണി നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഓരോ ദിവസവും തെരഞ്ഞെടുപ്പിന് കഴിയും തോറും ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുകയായിരുന്നു. ബഹുമാനായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അദ്ദേഹം ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കും, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞാൻ ചോദിക്കും, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്നോട് പറയും, വളരെ ആത്മവിശ്വാസമാണ്. ദിവസം തോറും മനസ്സിൽ വല്ലാത്ത ആത്മവിശ്വാസം കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് രാത്രി അദ്ദേഹത്തിന് ചോദിച്ചു, എന്താണ് അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, വല്ലാത്ത സംതൃപ്തിയിലാണ്. നമ്മളിപ്പോ ഇങ്ങനെ ആറ്റൂർ അബ്ഹാജിയുടെ ഡ്രൈവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകാനാണെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് രാത്രി ചോദിച്ചപ്പോൾ പറഞ്ഞു, വല്ലാത്ത ഹാപ്പിയിലാണ്, വല്ലാത്ത സന്തോഷം. എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം മനസ്സിനുണ്ട്. നമ്മുടെ പ്രവർത്തകന്മാർ ചോദിക്കും, അല്ല പല ഭാഗത്തും ഇവർ ബാൻഡ് സെറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രകടനത്തിന് ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്നൊക്കെ ആള് വന്നറിയുന്നത്? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നോക്കുന്നുണ്ട് ഇവരുടെ സ്ഥാപനത്തിൽ എത്ര ആളുകളെ കൊണ്ടുവന്നു പല ഭാഗത്തു നിന്ന്. പക്ഷേ ഒന്നും മേശയില്ല. മണ്ണാർക്കാട് മണ്ഡലത്തിലെ കോയമുട്ടൊക്കെ എന്ത് ചെലവരുന്നറിയോ? വിലക്കെന്നിരുന്നു, വിലയോട് വര ഞങ്ങളൊക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി.
പക്ഷേ ഒരു മുട്ടയും ഫലിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ മണ്ണാർക്കാട് വലിയ ശോഭയോടുകൂടെ ശംസുദിച്ചു വന്നു, കമർ അസ്തമിച്ചു പോയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഇവിടെ നിങ്ങൾക്കറിയോ? മണ്ണാർക്കാട് മണ്ഡലത്തിൽ വെച്ചുകൊണ്ട് വടശ്ശേരി അസംസ്ലിയാർ പ്രസംഗിച്ചു. ഇവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? 2 ശുഹദാക്കളെ കാര്യം പറഞ്ഞിട്ട്. ആരാ 2 ശുഹദാക്കൾ? കല്ലാങ്കുഴിയിൽ 2 ശുഹദാക്കൾ. ഈ 2 ശുഹദാക്കളെ കൂടെ ഒരാൾ കൂടി അന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 ആളുകൾ ചരിത്രങ്ങളിൽ പഠിക്കണ്ടേ? ശുഹദാക്കളെ കൂട്ടത്തിലുണ്ടെന്നവർ. ഈ ആളുകൾ കൊലപ്രതികളാണ്, ഒരു കേസിലെ കൊലപ്രതിയാണ് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാള്. എന്നിട്ട് ഇവരാണ് ശുഹദാക്കൾ. ആ ശുഹദാക്കളെ മദ്ഹ് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. ആര്? വടശ്ശേരി അസംസ്ലിയാർ. മണ്ണാർക്കാട് എന്നിട്ട് കരഞ്ഞ് എന്തൊരു പ്രസംഗമായിരുന്നു അറിയോ? ഉഹദിലെ ചരിത്രം പറഞ്ഞിട്ട്, ബദർ ശുഹദാക്കളെ പറഞ്ഞിട്ട്, ഉഹദിലെ ശുഹദാക്കളെ പറഞ്ഞിട്ട്, ആ ശുഹദാക്കളോട് സ്നേഹമല്ലേ? ആ കൂട്ടത്തിലെ ഒരു ശുഹദാക്കൾ. ആര്? കല്ലാങ്കുഴിയിലെ ശുഹദാക്കൾ. ആ കുടുംബം ഇന്ന് വേദനിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിലൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പരസ്യമായിട്ട് പറയണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇവരുടെ കാളി അലിമുസ്ലിയുടെ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ മക്കളെ ഫോട്ടോ വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തരുത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തരുത്. ഞങ്ങൾ സങ്കടത്തോടെ പറഞ്ഞതാണ്, പക്ഷേ അവർ ദുരുപയോഗം ചെയ്തു. ആ കുടുംബം ആഗ്രഹിച്ചിട്ടില്ല. ആ കുടുംബം വിഷമത്തിലാണ്, ആ കുടുംബം പ്രയാസത്തിലാണ്. ആ കുടുംബത്തിനെ കൊണ്ട് ഇവർ വിലപേശുകയായിരുന്നു. പക്ഷേ പടച്ചവനെ സ്വീകരിച്ചില്ല. ആ വടശ്ശേരിയുടെ പ്രസംഗങ്ങൾക്ക് നിങ്ങൾ വടശ്ശേരി ഇവിടെ വെച്ച് പ്രസംഗിച്ച പ്രസംഗം ഒന്ന് കേൾക്കുക. ചെക്ക് ചെയ്യുന്നുള്ളപ്പോ ഉണ്ടോ? ശരിയായിട്ട് പറയാം. വടശ്ശേരി അസംസ്ലിയാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രസംഗിച്ചു. അതിനു പുറമെ മണ്ണാർക്കാട് ഒന്നും പ്രസംഗിച്ചതാണ്. ഈ രക്തസാക്ഷികളുടെ ചരിത്രം പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ചില ആളുകൾ രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ ഇവർ ശുഹദാക്കളാണ് പറഞ്ഞ്. നിങ്ങൾ അറിയണം ഇവിടെ എന്തേ സംഭവിച്ചു പോയതുകൊണ്ട് ഇവിടുത്തെ മുജാഹിദ് വിഭാഗം പറയാൻ തുടങ്ങി, ഇതൊക്കെയാണല്ലേ ഏർവാട് ശുഹദാക്കളും. ഇവിടുത്തെ മുജാഹിദ് പറയാൻ തുടങ്ങി, ഇത് തന്നെയാണ് ഇവരുടെ ഓമാന ശുഹദാക്കൾ, ഇത് തന്നെയാണ് സുന്നികളുടെ ശുഹദാക്കളുടെ കഥ. കല്ലാങ്കുഴി ശുഹദാക്കളെ പോലെ തന്നെ ആയിരിക്കില്ലേ മറ്റുള്ള ശുഹദാക്കൾ. മറ്റുള്ള വിഭാഗത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ശുഹദാക്കളെ മഹത്വം പോലും ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലേക്ക് ഈ വിഭാഗം അധപ്പതിക്കുകയാണ് ചെയ്തത്. ഇത്ര വേദനയുണ്ട്, നമുക്ക് ഇത്ര പ്രയാസമുണ്ട്. അവിടെ നോക്കാൻ ഇവിടെ നോക്കാൻ അങ്ങനെ ഈ വടശ്ശേരി അസംസ്ലിയാരും കൂട്ടരും ഇവിടെ വന്ന് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആളുകളെ ഒരുമിച്ച് കൂട്ടി വലിയൊരു പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയപ്പോൾ ആളുകൾ വിചാരിച്ചു, പല ആളുകളും തെറ്റിദ്ധരിച്ചു, ഈ ആളുകളൊക്കെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ശംസുദ്ദീൻ തോൽക്കുമെന്ന്. പക്ഷേ ആളുകൾ എവിടെയുള്ളവരാ? ഈ വന്ന ആളുകൾ എവിടെയുള്ളവരാണ്? വണ്ടികൾ പരിശോധിച്ചവർക്കറിയാം. KL11 കോഴിക്കോട് നിന്നവരുണ്ട്, കണ്ണൂർ നിന്നവരുണ്ട്. അവർക്കൊന്നും മണ്ണാർക്കാട് മണ്ഡലത്തിൽ വോട്ടുണ്ടാവില്ലല്ലോ.
റാലിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്നല്ലാതെ, പ്രതിഷേധ റാലിയിലോ അല്ലെങ്കിൽ സമ്മേളനത്തിലോ പങ്കെടുക്കാൻ കഴിയുമെന്നല്ലാതെ അവർക്കാർക്കും വോട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് സാധുക്കൾ മനസ്സിലാക്കണ്ടേ? അതിൽ തെറ്റിദ്ധരിച്ചു പോയി, അത് ശരിയാകുമെന്ന് വിശ്വസിച്ചു പോയി. സത്യത്തിൽ അത് ഫലിച്ചില്ല. വടശ്ശേരി അസംസ്ലിയാരുടെ കരച്ചിലുകൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണാർക്കാടിന്റെ മണ്ണ് കാതുകൊടുത്തില്ല, മനസ്സ് കൊടുത്തില്ല. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തോടുകൂടെ ആ വിഭാഗത്തെ സമുദായം ഒന്നടങ്കം, അവിടെ ഒരു വിഭാഗമെന്നല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ വിഭാഗത്തെ നാട്ടിൽ നിന്ന് കച്ചുകെട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുകയുണ്ടായത്. അങ്ങനെ തുടങ്ങി. അതിന്റെ ശേഷം കാന്തപുരം, ഇതിന്റെ ശേഷമാണ് മണ്ണാർക്കാട്ടെ ഈ പ്രഖ്യാപനത്തിന്റെ ശേഷമാണ്, ഈ സമ്മേളനത്തിന്റെ ശേഷമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് വെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ ആ പ്രഖ്യാപനം നടത്തി അവിടെ വെച്ചുകൊണ്ട് ചുള്ളിക്കോട് സക്കാഫി പറഞ്ഞു ബദൽ മലക്കുകൾ ഇറങ്ങിയതുപോലെ ഇവിടെയും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്തേ പറ്റൂ, അത് വിജയിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അത് വിജയിക്കുക തന്നെ ചെയ്യും. അവിടെ വെച്ച് പ്രസംഗിച്ചു. പക്ഷേ ഫലമെന്തായി? നേരത്തെ ശംസുദ്ദീൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏറി വന്നാൽ കണക്കൂട്ടിയത് 5000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 5000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഞങ്ങൾ ഓരോ ബൂത്തിനെയും കണക്ക് കൊണ്ടു വന്ന് കൂട്ടി നോക്കുമ്പോ ഏകദേശം ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷം. പ്രത്യേകിച്ച് ഇവർ പറഞ്ഞു മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്, ജിന്നുകൾ ഇറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫലം വന്ന് നോക്കുമ്പോഴോ 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം. അപ്പോഴാണ് മനസ്സിലായത് മലക്കുകൾ മാറിച്ച് വോട്ട് ചെയ്തു എന്നുള്ളത്. മലക്കുകൾ ഒന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ തന്നെ രീതി. ഒരു വിമാനത്തിൽ ഒരു ഫ്ലൈറ്റിൽ വന്നിറങ്ങി, പിന്നെ ആരും കണ്ടില്ല, ആർക്കും മനസ്സിലായില്ല, ഇത് എവിടത്തുകാരാന്ന് മനസ്സിലായില്ല. പിന്നെ ഇടക്കിടക്കുണ്ട് പോളിംഗ് ബൂത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദം കേൾക്കുന്നു. നേരത്തെ എം എൽ എ പറഞ്ഞല്ലോ, ഈ സാധുക്കൾ ഇതൊക്കെ വിശ്വസിച്ചിരുന്നു, അതൊക്കെ ശരിയായിരിക്കും, മലക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും, ജിന്നുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും, ഈ വോട്ടൊക്കെ കൂടി നമുക്ക് വലിയൊരു ഭൂരിപക്ഷം കിട്ടും. അത് മനസ്സിലാക്കിയിട്ടാണ് ആ സാധുക്കൾ പടക്കം പൊട്ടിച്ചത്. അത് മനസ്സിലാക്കിയിട്ടാണ് ആ സാധുക്കളിന്റെ പ്രിയപ്പെട്ടവരെ ബാൻഡ് സെറ്റ് ഏൽപ്പിച്ചത്. ആരിവിടുത്തെ മൂല്യമാര് എന്തൊക്കെ ചെയ്യുന്നറിയോ? ഓരോ വീടാന്തരം കയറി ചെന്ന് പാവങ്ങളായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. എത്രത്തോളം? മുസാഫ് കൊടുത്തുകൊണ്ട് സത്യം വരെ ചെയ്യിപ്പിച്ചു. പല വീട്ടിൽ പോയിട്ട് മുസാഫ് കൊടുത്തുകൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. നിങ്ങൾ ശംസുദ്ദീനെതിൽ വോട്ട് ചെയ്യുമെന്ന്, നിങ്ങൾ പടച്ചവനെ സാക്ഷി നിർത്തി ഈ ഖുർആൻ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യണമെന്ന് പാവപ്പെട്ട സഹോദരിമാരെ കൊണ്ട് പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ചു. എന്തൊക്കെ കൂടെ ചെയ്തു. പക്ഷേ ഫലം വന്നപ്പോഴോ അൽഹംദുലില്ലാ ആ കാന്തപുരത്തിന്റെ പ്രസ്താവനക്ക് ഒരു വില പോലുമില്ലെന്ന് ഇവിടെ ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇന്ന് എന്നെ രാവിലെ 11 മണിക്ക് കേരളത്തിലെ പ്രമുഖനായ ഒരു മിനിസ്റ്റർ, ഒരു മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, മണ്ണാർക്കാട്ടത്തെ പോലെ ഇവിടെയും പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എനിക്കും നല്ലൊരു വോട്ട് കിട്ടിയിരുന്നു. ആര്? ഒരു മന്ത്രി. അദ്ദേഹം പറയാൻ പറഞ്ഞുകൊണ്ട് പറയാം. അദ്ദേഹനോട് പേര് പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇവിടെ സീനിയറായ പലർക്കും വിഷയം അറിയാം. അദ്ദേഹം പറഞ്ഞത് എങ്ങനെ അറിയോ? അദ്ദേഹം പറഞ്ഞത് അവരുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളാണ്. അവരുടെ എല്ലാ പരിപാടിയും പങ്കെടുക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞ ശൈലി അങ്ങനെ ഇവിടെയില്ല. എന്നോട് പറഞ്ഞത് അവർക്കൊരു കക്കൂസിന്റെ കുടികുത്തനെങ്കിൽ പോലും എന്റെ വീട്ടിൽ വന്ന് കാശ് വാങ്ങും. ഒരു കുടികുത്തനെങ്കിൽ വന്നിട്ട് പറയും, സാർ കാശ് വേണം, ഞാൻ കൊടുക്കാറുണ്ട്. അവരെ പള്ളി പരിപാലിക്കുന്ന എന്റെ കാശ് കൊണ്ടാണ്. ആ പള്ളി പരിപാലിക്കുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന എന്നോട് തെരഞ്ഞെടുപ്പിന്റെ അടിക്കടിക്ക് അവരുടെ ഉസ്താദ് വിളിച്ചിട്ട് പറയും, സാർ നമ്മളൊട്ട് ഇങ്ങക്ക് തന്നെയാണ്. ഞാനത് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറയാം. അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കിതിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ അറിഞ്ഞിരുന്നു. അത് നിങ്ങളെ മണ്ഡലത്തിലെ പല ലീഗിന്റെ നേതാക്കന്മാരെ ഞങ്ങൾ അറിയിച്ചിരുന്നു. ഞങ്ങളെ പ്രവർത്തകന്മാരെയും അറിയിച്ചു. പ്രവർത്തകന്മാരെ അറിയിച്ചപ്പോൾ പ്രവർത്തകന്മാർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ SKSSFകാർ ഇറങ്ങിക്കഴിഞ്ഞാൽ SSFകാർ അപ്പുറത്ത് സജീവമായിട്ട് ഇറങ്ങും, അതുകൊണ്ടുള്ള വോട്ട് നഷ്ടപ്പെടുമെന്ന് ലീഗിന്റെ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് മന്ത്രി പറഞ്ഞു, അത് ശരിയാണ്, ഞങ്ങളങ്ങനെ പറഞ്ഞിരുന്നു. ഇന്ന് പറഞ്ഞാൽ പറയേണ്ടത് എന്റെ കയ്യിലെ മൊബൈൽ റെക്കോർഡുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, പറയാൻ വേണ്ടി പറഞ്ഞതാ. അതുകൊണ്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറയാൻ പറഞ്ഞതാണ്. ഒരു ഗീബത്തോ നമീമത്തോ അല്ല, പറയാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ കൂടുതൽ പലരും പറഞ്ഞിരുന്നു SKSF ഇറങ്ങിയിട്ട് അപ്പുറത്തെ SSFും ഇറങ്ങിയിട്ടുള്ള വോട്ട് നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ അദ്ദേഹം കടുത്ത നിഫാഖിന്റെ പണിയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോട്ട് നിങ്ങൾക്കാണ്. പക്ഷേ അപ്പുറത്ത് വില ഉറപ്പിച്ചിരുന്നു.
വോട്ട് കച്ചവടം നടത്തിയിരുന്നു, എന്നെ ചതിക്കുകയായിരുന്നു, ഞാൻ അദ്ദേഹത്തെ സഹായിക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം പറയാം, അദ്ദേഹത്തെ സഹായിക്കാതിരുന്നിട്ടില്ല. ഷംസുദ്ദീൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഷംസുദ്ദീൻ പലപ്പോഴും ഒരുപക്ഷെ അവരെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അത് ശരി തന്നെയാണ്. അദ്ദേഹം ഷംസുദ്ദീൻ ആണത്തമുള്ളൊരു MLA ആണ്. അവരൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ശരിയാ, മണ്ണാർക്കാട് നടന്ന ഒരു പരിപാടിക്ക് അദ്ദേഹം പങ്കെടുക്കാറില്ല. അദ്ദേഹം പറഞ്ഞു, ഈ വിഭാഗത്തിനോടുകൂടെ എനിക്ക് കഴിയില്ല. അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഈ മന്ത്രി എന്നോട് പറഞ്ഞു, അവർ വിളിച്ചെല്ലാ പരിപാടിക്ക് ഞാൻ പോകാറുണ്ട്, അവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാറുണ്ട്, അവരുടെ യൂണിറ്റ് സമ്മേളനത്തിൽ പോലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞതാ, സംസ്ഥാന സമ്മേളനം ആവണ്ട, യൂണിറ്റിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പോലും ഞാൻ പങ്കെടുക്കാറുണ്ട്. എന്നെയാണ് അവർ ഈ ചതിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇന്ന് വരാൻ കഴിയുമോ ചോദിച്ചു. നോക്കട്ടെ, ഇന്ന് മണ്ഡലത്തിൽ പല സ്ഥലത്തും സ്വീകരണം വെച്ചതുകൊണ്ടാണ്, പറ്റിയാൽ ഞാൻ ഒരു 9 മണി 9:30 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരാം. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പാർട്ടിന്റെ യോഗം ഉണ്ടാകുമ്പോൾ അവിടെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, നമുക്ക് ഇനി പറയാൻ വേണ്ടോ, നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നോട് പറഞ്ഞു, അവിടെ ഞങ്ങളൊക്കെ പറയാനിരിക്കാണ്. പറയലല്ല, ഇനി ഞങ്ങളൊക്കെ ഉറച്ച നിലപാടെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഉറച്ച നിലപാടെടുക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങൾക്കിതിൽ പ്രസ്താവന ഇറക്കും, അങ്ങനെ ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും. അവരിപ്പോ ആഗ്രഹിക്കും, ഓരോ സ്ഥാനാർത്ഥി ആഗ്രഹിക്കുകയാണ്, ഇയാളൊന്ന് പ്രഖ്യാപിച്ച് കിട്ടിയേക്കുന്നത്. എല്ലാവരും കൊതിക്കുക, ഇയാളൊന്ന് പ്രഖ്യാപിച്ച് കിട്ടിയെങ്കിലെന്ന്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ അസ്തമിക്കുകയാണ്. ഇരിക്കട്ടെ, വടശ്ശേരി ഹസൻ മുസ്ലിയാർ അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ശരിയല്ലേ, ഒന്ന് കേൾക്കുന്നു. സൗണ്ട് എന്ത് വടശ്ശേരി പറയാ, നിങ്ങൾ ഇവിടുത്തെ MLA അഡ്വക്കറ്റിലെ നിയമം അറിയുന്ന ആളല്ലേ, ഈ മണ്ഡലത്തിൽ എല്ലാവരും ഒരുപോലെ കാണണ്ടേ. ഈ വടശ്ശേരിക്ക് അറിയണ്ടേ, കല്ലാങ്കൊടി എന്നുള്ളത് ഈ മണ്ഡലത്തിൽപ്പെട്ടതല്ല. അഡ്വക്കറ്റ് ഷംസുദ്ദീൻ അദ്ദേഹത്തിന് നിയമവും അറിയാം, മണ്ഡലത്തിന്റെ പരിധിയും അറിയാം. മണ്ഡലത്തിന്റെ പരിധി അറിയണത് കൊണ്ടാണ് അവിടെ ഇടപെടാത്തത്. അത് ഇയാൾ മനസ്സിലാക്കണ്ടേ. എന്നിട്ട് പറയാ, ഈ മണ്ഡലത്തിൽ എവിടെ എന്ത് വിഷയം ഉണ്ടാലും ഇടപെടണ്ടേ, പറയണ്ടേ. അതാ പ്രശ്നം. 5 കൊല്ലം പരിപാടിക്ക് വിളിച്ച് ഒരു പരിപാടിക്ക് ഇവർ വന്നില്ല. എങ്ങനെ വരിക? എങ്ങനെ നിങ്ങളെ പിന്നാലെ നടക്കുക? ചാര്യ നടക്കൂലേ?
42 പാവം പെൺകുട്ടികളെ പീഡിപ്പിച്ച ആ വർഗമാണ് നിങ്ങളെ കൂടെയുള്ളത്. എങ്ങനെ നിങ്ങളെ പരിപാടിക്ക് വരും? ശംസുദ്ദീൻ വന്നില്ല, പിന്നെയോ കണ്ട മുണ്ടിയില്ല. പറയട്ടെ, കണ്ടോ എന്താ പറയണത്? അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ അറിയോ? അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്, തിരൂരുകാരനാണ്. തിരൂരുകാർക്കൊക്കെ വിഭാഗ്യത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ ഗ്രൂപ്പ് കളിക്കുന്നത്, വിഭാഗ്യത കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെയും പറയാണ്, നിങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിക്കണം. പറയട്ടെ, കണ്ടോ ഇയാൾ തെറ്റിദ്ധരിക്കണല്ലേ? നിങ്ങൾ അധികാര പരിധിയിൽപ്പെട്ട കല്ലാങ്കുടിയിൽ 2 പേരെ കൊല്ലപ്പെട്ടില്ലേ? ശംസുദ്ദീൻ MLA യുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല കല്ലാങ്കുടി. കേരളത്തിൽ ഒരു MLA മാത്രമാണ് ഇപ്പൊ 2 മണ്ഡലം നോക്കേണ്ട ഗതികേട്. ശംസുദ്ദീൻ മാത്രം. മണ്ണാർക്കാട് നോക്കണം, കോങ്ങാട് മണ്ഡലം നോക്കണം. കോങ്ങാട് മണ്ഡലത്തിൽ എന്ത് നടന്നാലും ശംസുദ്ദീൻ നോക്കണം എന്നാണ് പറയണത്. ശംസുദ്ദീന്റെ പരിധിയിൽപ്പെട്ടതാണ് പോലും കോങ്ങാട് മണ്ഡലം. എന്നിട്ട് എന്തേ നിങ്ങളവിടെ പോകായിരുന്നത്? ഇയാൾക്കറിയാം, കരഞ്ഞിട്ട് പറയാണ്, ഒന്നുമില്ലെങ്കിൽ ആ വാപ്പാനങ്ങൾ പോയി സമാധാനിപ്പിച്ചൂടെ? വാപ്പ കബറില നടക്കുന്നത് ഇയാൾക്കറിയണ്ടേ? ഈ വാപ്പെന്തോ മരിച്ചു പോയിട്ടുണ്ട്, അതുപോലെ ഈ സാധുവിനറിയില്ല. എന്നിട്ട് പറഞ്ഞ് അവസാനം ഇയാൾ പറയാണ്, അദ്ദേഹത്തെ തോൽപ്പിക്കണം. കുട്ടികൾ തക്ബീറിൽ ഇപ്പൊ പറയണം, തക്ബീറും ചൊല്ലിപ്പോരെ തോൽപ്പിക്കണം. ഇവരെങ്ങനെ തോൽപ്പിക്കാനാ? മലപ്പുറത്തുകാര്, കൊണ്ടോട്ടിക്കാര്, മഞ്ചേരിക്കാര്, കോഴിക്കോട്ടുകാര്, കണ്ണൂർക്കാര്, ഇങ്ങനെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ വോട്ട് ചെയ്യുക. ഇയാളുടെ പ്രഖ്യാപനമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മണ്ണാർക്കാട് ഇളക്കം തുടങ്ങി. അപ്പോഴാണ് കാന്തപുരം കോഴിക്കോട് വെച്ചുകൊണ്ട് ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ശംസുദ്ദീനെ തോൽപ്പിക്കണം. പരസ്യമായി പറഞ്ഞതാണ്. എന്നിട്ട് അയാൾ ഇന്നലെ പറഞ്ഞെന്താ? ഞാൻ കേൾപ്പിക്കാം. ഇന്നലെ പറഞ്ഞെന്താ? ഞാൻ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഈ പറയലും പ്രഖ്യാപനം വ്യത്യാസം എന്താ? ഇയാൾക്ക് ആദ്യം മലയാളം പഠിപ്പിക്കേണ്ട ഗതികേടാ. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ഇയാൾ അന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കോ സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ മൊത്തം ദുആയോട് ദുആ. ഒരു സാധു പൊട്ടിക്കരഞ്ഞ് ദ്വാർന്നു, പടച്ചവരെ, ഞങ്ങളിതാ ഒരു നിയമസഭയെ നേരിടാൻ പോവുകയാണ്, ഒരു ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്, ഞങ്ങളെ ശത്രുവിനെ തോൽപ്പിക്കണേ അല്ലാഹ്. എന്തൊക്കെ ദ്വായ നടന്നത്, എന്തൊക്കെ ദ്വായ നടന്നത്! ഇവിടെ ഇവരൊരു കുറെ സ്ഥാപനങ്ങളുണ്ട്, ഇവിടെ ഒരു അബറാറുണ്ട്, അതിന്റെ അപ്പുറത്തൊരു ഫുർഖാനുണ്ട്, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ. അത് നിത്യം ദ്വായായിരുന്നു. എന്താ ദ്വാ? ശംസുദ്ദീനെ തോൽപ്പിക്കണം. മജ്ലിസ് നൂർ വരെ നടത്തി. നമ്മുടെ മജ്ലിസ് എങ്ങനെ നടത്തിയത്? അള്ളാഹുവിന്റെ പരിശുദ്ധരായ ബദരീങ്ങളെ നാമം ഉച്ചരിച്ചുകൊണ്ട്. ഇവരോ ശംസുദ്ദീനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടാക്കിയിട്ട് എത്തിങ്ങാലെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആ മജ്ലിസിൽ നിന്ന് കേൾക്കുന്നത്. കണ്ടങ്ങളെ, എത്തിയങ്ങാലെ ചെറിയ കുട്ടികളെ ഇരുത്തിനെ ചെല്ലിപ്പിക്കുന്ന അയച്ചൾക്ക് എന്തെങ്കിലും അറിയോ? എങ്ങനെ പടച്ചോ ഇതുവാ സ്വീകരിക്കുക? ഇപ്പുറത്ത് മജ്ലിസിന്റെ ഒരു ബദരീങ്ങൾ വെച്ചിരിച്ചുകൊണ്ട് ചെല്ലണത്, അപ്പുറത്തോ ഈ കാക്കാന്റെ പേര് പറയണ ചെല്ലണത്. എങ്ങനെ റബ്ബ് സ്വീകരിക്കാനാ? നടക്കട്ടെ. മജ്ലിസിന് ഒരു നടത്തുക. പിന്നെ
കണ്ടതുകൾ ഇപ്പുറത്ത് ബദർ ശുഹദാക്കളെ പറയുമ്പോൾ അപ്പുറത്ത് കല്ലാങ്കുൽ ശുഹദാക്കള്. റബ്ബ് ഏത് ദുആ സ്വീകരിക്കാം? റബ്ബ് ഏത് ദുആ സ്വീകരിക്കാം? ഇപ്പുറത്തോ ബദർ മാല പാടുമ്പോ അപ്പുറത്ത് കല്ലാങ്കുൽ ശുഹദാക്കളെ മാല. ഒരു സക്കാഫി പാടുന്നുണ്ടോ? ശുഹദാ മാല. ഏത് മാല? കല്ലാങ്കുൽ ശുഹദാക്കളെ മാല. ഇങ്ങനെ ഞങ്ങൾക്ക് പാടാൻ സമയം പൊടിക്ക് ശുഹദാമാലയും ബദർമാലയും. ഞാൻ അപ്പുറത്തോ ദുആ എന്തൊക്കെ ഇവര് നടത്തിയിട്ടുള്ളേ, എന്തൊക്കെ നടത്തി, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ആലോചിച്ചു. ആർക്ക് വേണ്ടിയാണ് ഈ ശുഹദാമാലയൊക്കെ നടത്തുന്നത്? ആര് ജയിക്കാൻ? എന്താണ് ഒരു ലക്ഷ്യം നോക്കുന്നത്? വേറെ ആളെ ദുആ കൂടി കേട്ടോളൂ. അല്ല സ്വീകരിച്ചത് ഉറപ്പായില്ലേ? എന്ത് ഞങ്ങളെ വഷളാക്കല്ല, അല്ല ശരിക്കും സ്വീകരിച്ചു കൊടുത്തു. അത് അല്ലാഹു സ്വീകരിച്ചു. എന്ത്? സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്, അത് റബ്ബ് സ്വീകരിച്ചു. കാരണം ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആശയം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയങ്ങളുമായിക്കൊണ്ട് നടക്കുന്ന കാന്തപുര വിഭാഗത്തെ പരാജയപ്പെടുത്തണേ അല്ലാഹ്, റബ്ബ് ശരിക്കും സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ദ്വാന്റെ ഒക്കെ വർക്കത്തല്ലേ ഭൂരിപക്ഷങ്ങൾ കേറല്ലേ?
ഞങ്ങൾ അലനല്ലൂരിൽ എണ്ണുമ്പോ അവിടൊക്കെ ഞങ്ങൾ കണക്കൂട്ടിയത് ഒരു 3000-4000 അടുത്ത് ഭൂരിപക്ഷ ലീഡ് ചെയ്യുന്ന കയറി ഒന്ന് കണക്കൂട്ടിയത്. അവിടുത്തെ പ്രവർത്തകന്മാർ കണക്ക് തന്നപ്പോ 4000 പേരാകുന്ന പറഞ്ഞപ്പോ ഞങ്ങളെ വെട്ടി. 4000 ഉണ്ടാവൂല, അത്രയൊന്നും വേണ്ട, നമുക്ക് 2500-3000 കൂട്ടിയാൽ മതി. ഞങ്ങളൊക്കെപ്പാടെ കൂട്ടി അവസാനം നിർത്തണ്ട. പക്ഷെ എണ്ണുന്നതിനെ കൂടാണ്. ഇമ്മാരി വരവ് ഭൂരിപക്ഷം കൂടുതലൊക്കെ പക്ഷെ ഇമ്മാരി കൂടുതൽ എന്നിട്ടുള്ളൊരു ഒരു പാതിരി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞേ യേശു വരും യേശു വരും. ഇയാൾ പ്രസംഗിച്ച് ഇങ്ങനെ കാട് കയറി യേശു വരും യേശു വരും യേശു വരും. ഇയാൾ പ്രസംഗത്തിലേക്ക് പെട്ടെന്ന് താഴ്ത്തിക്കണ്ട് ഇറങ്ങി, താഴ്ത്തിക്കണ്ട് വീണു. ആ ശാസ്ത്ര വരും വരുന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞില്ല, പക്ഷെ ഇമ്മാരി വരവരും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാ പോലെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ 2-3 പ്രവർത്തകന്മാരുടെ വാഹനമൊക്കെ കരിങ്കളത്താൻ വെച്ച് തടഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. ആ മിരട്ടൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അങ്ങനെയൊക്കെ തരാൻ വരട്ടില്ല. അതൊക്കെ നമ്മളോടോ അതൊന്നും ഒരു കാര്യമില്ല. എന്നാലും എന്താ പറയുക, ഒറ്റപ്പെട്ടാരിലൊക്കെ പോകുമ്പോൾ വല്ലവും ചെയ്തിട്ടൊരു കറാമത്താകും. അതാ വിഷയം. നമുക്ക് എന്തേലും സംഭവിക്കില്ല, കറാമത്താക്കും. അപ്പൊ അത് പോകുമ്പോൾ ആരും പ്രശ്നത്തിനൊന്നും പോകണ്ട. അവരെ ലക്ഷ്യം ഇവിടെ പ്രശ്നമുണ്ടാക്കലാണ്. അവരെ ലക്ഷ്യം എത്രത്തോളം അറിയോ? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞങ്ങളെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇവർ രഹസ്യയോഗം കൂടി. ആ യോഗത്തിൽ ഇവർ തീരുമാനിച്ചെന്നറിയോ? ഇവരുടെ ഇവിടുത്തെ സ്ഥാപനങ്ങളെ കല്ലെറിഞ്ഞ് തകർക്കുക. നമ്മുടെ സ്ഥാപനങ്ങളല്ല, അവരുടെ സ്ഥാപനങ്ങൾ. അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്ക് അവരെല്ലാ സ്ഥാപനങ്ങളും കല്ലെറിഞ്ഞ് തകർത്ത് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുക. ഇതൊക്കെ ഞങ്ങൾ അപ്പപ്പോ അറിയല്ലേ. എങ്ങനെ അറിഞ്ഞത്? മലക്കളൊന്നായിട്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലല്ലേ. മലക്കളിങ്ങനൊന്നും പറയല്ലേ, ജിന്നുകളൊന്നും പറയല്ലേ. അവിടെ യോഗം കൂടുന്നുണ്ട്. എവിടെ യോഗം കൂടറിയോ? മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി ബാദുഷാ തങ്ങളെ വീട്ടിൽ. അതെങ്ങനെ ഞങ്ങൾ അറിഞ്ഞ് ചോദിക്കണ്ട, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞുതരാം. അവിടെ ആരൊക്കെ കൂടി, ആ യോഗത്തിലെ തീരുമാനം എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അതിൽ പങ്കെടുത്ത ആളുകളുടെ പേര് പറഞ്ഞുതരാം, എത്ര മണിക്കൂർ കൂടി ഒക്കെ പറഞ്ഞുതരാം. ഞങ്ങൾ വളരെ തന്ത്രപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഞങ്ങൾ ഓരോ നീക്കങ്ങളും അതല്ല നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കാന്തപുരം ഇവിടെ 6:30 മണിക്ക് മണ്ണാർക്കാട് എത്തിയപ്പോഴേക്ക് നമ്മളെ കുട്ടികളോടെത്തി. കാന്തപുരത്തിന് മൂത്രയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാന്തപുരം അവിടേക്കൊന്ന് കുട്ടികൾ ക്യാമറ പിടിച്ചവിടെ നിൽക്കുക, ഇങ്ങോട്ട് തന്നെ അവിടെ ക്യാമറ പിടിച്ച് നിൽക്കുക. ഇളകാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വ്യവസ്ഥാപിതമായിക്കൊണ്ടാണ് ഇവിടെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. അനങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് അട്ടപ്പാടിലേക്ക് അരിക്കെട്ടോട്ട് ചെന്നത്. അരി അവിടെ എത്തപ്പോഴേ കുട്ടികളവിടെ എത്തി. എലക്ഷന്റെ അന്നിന്റെ കെട്ടുകണക്കിന് പേപ്പർ വരുന്നു. അത് ഇറക്കാൻ കോട്ടപ്പാടത്ത് എത്തിയപ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ അവിടെ എത്തി. ആ കെട്ടൊക്കെ വാങ്ങി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പോ കെട്ടുകണക്കിന് സാധനങ്ങൾ. നമ്മുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞ കെട്ടൊന്ന് പൊട്ടിച്ചൊക്കെ ചിലപ്പോൾ പൈസ ഇരിക്കുന്നു. എന്തൊക്കെ ചെയ്തറിയോ? കാന്തപുരത്തിന്റെ മകൻ ഇവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. ഇവിടെ മണ്ണാർക്കാട് ഒരു ലോഡ്ജിൽ ക്യാമ്പ് ചെയ്യായിരുന്നു. എന്തൊക്കെ ചെയ്തു നോക്കിയ നിങ്ങളിവിടെ, എന്തൊക്കെ കളി കളിച്ചറിയോ? അതുകൊണ്ടൊന്നും കഴിയില്ല. അപ്പൊ അവസാനത്തെ തന്ത്രമാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുക. നമ്മുടെ പ്രവർത്തകന്മാർ ആരും തന്നെ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ പ്രകോപനം സൃഷ്ടിച്ചാലും നമ്മൾ ആ രീതി സ്വീകരിക്കരുത്. കാരണം നമ്മൾ സമസ്തയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പടയണിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഭാഗത്ത് ഒരിക്കലും തന്നെ പ്രശ്നമുണ്ടാവരുതെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ആഗ്രഹിക്കാൻ. ഏതായാലും ഈ ദ്വാകളെ കൊണ്ടോ ഒന്നും തന്നെ ഒരു ഫലം ഉണ്ടായില്ല. ഇതിപ്പോ തുടങ്ങിയതല്ല. ഇലക്ഷന്റെ തൊട്ടു മുമ്പ് കോട്ടക്കൽ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചെന്താ? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, കാരണം മുസ്ലിം എന്നെ പേരിട്ടു. അത് ശരിയല്ല. ഇന്ന് മുസ്ലിം ഇട്ട് കഴിഞ്ഞാൽ നാളെ വേറുള്ള ഒരു ഹിന്ദു ലീഗ് എന്ന് പേരിടൂലേ? അത് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞു? കോഴിക്കോടല്ല കണ്ണൂർ വെച്ചുകൊണ്ട് മുള്ളൂർക്കര മോഹൻ സക്കാവി പ്രസംഗിച്ചു, മുസ്ലിം ലീഗ് വർഗീയവാദികളെ പാർട്ടിയാണ്. കാരണം എന്താ പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങൾ ആ പരിപാടിക്ക് വന്നാൽ ഫാത്തിഹ ഓതിക്കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ യോഗം തുടങ്ങാറുള്ളത്. പാണക്കാട്ടെ തങ്ങൾ വന്നാൽ മുസ്ലിം ലീഗിന്റെ വേദികളൊക്കെ തുടങ്ങാറുള്ളത് ഫാത്തിഹ ഓതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ പാർട്ടി വർഗീയ പാർട്ടിയാണ്. പടച്ച റബ്ബ് തിരിച്ചടി കൊടുത്തില്ലേ? കനത്ത തിരിച്ചടി. ചാനലുകളെ കൈതി കാണിച്ചില്ലേ? കാന്തപുരത്തിന് കനത്ത തിരിച്ചടിയാണ് മണ്ണാർക്കാട് നേരിട്ടത്. നോക്കൂ നിങ്ങളൊരു ചാനൽ വാർത്ത.
എന്തൊക്കെ സംഭവിച്ചൂടെ? പിന്നെ കാന്തവരോട് എന്താണ്ടായത്? നിങ്ങൾ അറിയണം ഇവിടെ എന്തൊക്കെ സംഭവിച്ചു. ഇവിടുത്തെ ആളുകളുടെ പ്രതിഷേധ പ്രകടനം എവിടെ വരെ എത്തി? യാതൊരു പ്രഖ്യാപനം ഉണ്ടായ അവസ്ഥയില്ലേ? എവിടം വരെ എത്തി? നിങ്ങൾ അറിയോ? എത്ര ജനാസ ഈ വഴിക്ക് പോയെന്നറിയോ? എത്ര ജനാസ അറിയോ? എത്ര ജനാസയാണ്? ഓരോ ജനാസ വരുന്നോ കുട്ടികൾ ചുറ്റിരുന്നിട്ട് കരച്ചിലോട് കരച്ചില്. ചെറിയ കുട്ടികൾ പോലും. ഇതൊന്നും എസ്കേസും ചെയ്തതല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചോദിച്ചു വാങ്ങിയതല്ലേ. ചെറിയ കുട്ടികൾ വരെ ഇയാളെ ജനാസയേറ്റ് പോയിരുന്നു ഇവിടെ. കണ്ടോ നിങ്ങൾ? ചെറിയ കുട്ടികൾ വരെ ഒരു പ്രകടനം കണ്ടോട് നിങ്ങൾ. എന്തൊക്കെ നടക്കുന്നത്? സാധാരണ ഈ നേർച്ചക്കൊക്കെ പല ഭാഗത്തുനിന്ന് പെട്ടി വരാറുണ്ട്. മണ്ണാർക്കാട് നല്ല ജനാസ വരുന്നത് പല ഭാഗത്ത്. മഞ്ചേരിന്ന്, മലപ്പുറത്തുനിന്ന്, തിരുവരങ്ങാടിന്ന്, കൊണ്ടോട്ടിന്ന്, കണ്ണൂർന്ന് വരെ എറണാകുളത്ത് ഒരു ടീം എത്തിയിരുന്നു. ആരവരെ വിളിച്ചു വരുത്തത്? ആരാണ് ഇതിന് കാരണക്കാരൻ? എന്തിനാണ് ഇയാൾ ഇതിന് നിന്നത്? നിങ്ങൾ അറിയണം. അപ്പോ ഇന്നലെ രാത്രി അയാളെ പ്രഖ്യാപനം വന്നു. എന്താണ് പ്രഖ്യാപനം? എന്താണ് പ്രഖ്യാപനം? ഞാനങ്ങനെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. ഒരു ഉളുപ്പില്ലൊരു സാധനത്തിന്. പണ്ട് കാസിമി പറഞ്ഞതല്ല 3 അക്ഷരം. ഇല്ലല്ലോ. ഇന്നലെ ചാനലൊക്കെ ആഘോഷിച്ചില്ലത്. ചാനൽ 2 ക്ലിപ്പും കാണിക്കരുത്. ഇയാൾ പണ്ട് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും. എന്നിട്ട് ഇയാൾ പറ ഞാനത് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇന്നലെ ഉച്ചക്ക് അദ്ദേഹത്തിന്റെ ആദ്യ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ഇലക്ഷൻ എങ്ങനെ, അതിന്റെ റിസൾട്ട് എങ്ങനെ, ഷംസുദ്ദീൻ ജയിക്കുമെന്നൊരവസ്ഥയിൽ. ഷംസുദ്ദീൻ തോൽക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിട്ടില്ല. സാധാരണ എല്ലാ മണ്ഡലത്തിലും ഇങ്ങനെ കയറി ഇറങ്ങി വരില്ല. ഷംസുദ്ദീൻ ഒരു വട്ടമെങ്കിലും ഒന്ന് ബേക്കിക്ക് ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞു ഇമ്മാരി ഭൂരിപക്ഷം വരും ഭൂരിപക്ഷം കിട്ടുന്നതിനുള്ള പ്രതീക്ഷ. പക്ഷേ ഈ രീതിയിലൊരു ഭൂരിപക്ഷം കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. അട്ടപ്പാടിയിലെണ്ണുമ്പോൾ പോലും, അകളി പഞ്ചായത്തിൽ പോലും വ്യക്തമായ ലീഡ്. അതാ നേരത്തെ സമസായി പറഞ്ഞത്, ആദിവാസികൾക്ക് പോലും കാന്തപുരത്തിന്റെ തനിനിറം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരൊക്കെ വോട്ട് ചെയ്തത്. അവര് പോലും മനസ്സിലാക്കിയുള്ള തനിനിറം അവരൊക്കെ കൊടുത്തു. ഏണിക്കൊരു വോട്ട്. അവരെങ്ങനെ അറിയാം? ഒരു വോട്ട്, ഏണിക്കൊരു വോട്ട് കൊടുത്തു. അവരിതൊക്കെ കിട്ടി. അപ്പൊ ഇയാളെ പ്രഖ്യാപനം രാത്രി വന്നെന്തറിയോ? ഉച്ചക്ക് വന്നത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. രാത്രി പറഞ്ഞു ഞാൻ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല, ആഹ്വാനം ചെയ്തിട്ടില്ല. രാത്രിക്ക് ഇത് കിട്ടുള്ളൂ. ആരാ ഇമക്കരുതോ? അത് നമ്മളെ വാടെ കൂടുന്നതാണ്. പറ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ എവിടെയും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല.
ഞാനങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. എന്നിട്ട് മൂപ്പർ പറഞ്ഞു, ഞാൻ പറഞ്ഞിടത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ജയിച്ചു? മൂപ്പര വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ കുന്നമംഗലത്ത് ജയിച്ചിട്ടുണ്ട്, അപ്പുറത്ത് ജയിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് ജയിച്ചിട്ടുണ്ട്. കേട്ടോളൂ. മർക്കസുണ്ട്. അങ്ങനെ പ്രഖ്യാപനമോ നടത്തിയിട്ടില്ല. അസലായപ്പോ ചിരിയുണ്ടെങ്കിൽ സൈക്കിളോ ചിരി. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടില്ല, ജയിച്ചു എന്നല്ല മൂല്യരെ. നല്ലൊരു ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ, അതെല്ലാം മണ്ണാർക്കാട്ട് കണ്ട ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലാണ് ശംസുദ്ദീൻ ജയിച്ചത്. അദ്ദേഹം പറയാം, അവിടെ അങ്ങനെ ജയിച്ചു. എന്നാൽ ബാക്കിയുള്ളടത്തൊക്കെ ഞാൻ പറഞ്ഞ നടന്നിട്ടുണ്ട്. കേട്ടോളൂ. അതൊരു ആരോപണമാണ്. എന്ത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് ഒരുപാട് വോട്ടുണ്ടായിരുന്നു, ഈ വർഷം അത്ര വോട്ടില്ല. അത് കാണിച്ചു കൊടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPന്റെ വോട്ട് എത്രയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ടുണ്ടായിരുന്നത് 5000 മാത്രമാണ്. അവിടെ കണ്ടല്ലോ, ഇല്ലേ? 2014 5000 വോട്ടാണ്. 5500. നിങ്ങൾ കണ്ടോളൂ. എത്ര? 5556 വോട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BJPന്റെ വോട്ട് എത്രയാ? 10,000. നിങ്ങൾ കണ്ടോളൂ, സ്ക്രീൻ നിങ്ങൾ കാണാൻ കഴിയും. എന്നാൽ അയാൾ പറയാണ് BJPന്റെ വോട്ട് കൊണ്ടാണ് ശംസുദ്ദീൻ ജയിച്ചത്. എന്നാലും ബാക്കി ഇനിയും 6000 അല്ലേ? കഴിഞ്ഞ BJPക്ക് 5000 ഉണ്ടായിരുന്നു, ആയിക്കൂടി ഇപ്പൊ 10 കൂടി. ഈ BJPന്റെ എത്ര വോട്ടാണ് വരുന്നേണ്ടത്? പറയുമ്പോ അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ, കണക്ക് നോക്കണ്ടേ? BJPക്ക് വോട്ട് കൂടിയിട്ടിലൂടെ കുറഞ്ഞിട്ടില്ല. BJPന്റെ ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് നേടേണ്ടി വന്നിട്ടില്ല. ഇവിടെ ശംസുദ്ദീൻ നേടേണ്ടി വന്നിട്ടില്ല. വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. പറയട്ടെ. എന്നിട്ട് ഇനി അദ്ദേഹമാണ്, ഇനി ഒരു മാർഗമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം പറയാണ്, ഇനി ഇവിടെ വേണ്ടത് BJPയെ തകർക്കാൻ മുസ്ലിമീങ്ങളൊക്കെ ഒരുമിച്ചൊരു സംഘടന ഉണ്ടാവണം. ഞാൻ വേണേ അതിന് മുന്നിൽ നിന്നോളാം. എന്നോട് പറയാം. ഇങ്ങനൊക്കെ തോറ്റിട്ടോ അയാളെ ശക്തി എന്താണെന്ന് ആൾക്ക് ഇനി മനസ്സിലായി. അയാൾ പറയാ, ഇനി ഇവിടുത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിക്കണം, മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ, അതിന്റെ മുന്നിൽ ഞാൻ നിൽക്കാം. എന്നാ പിന്നെ ആ സംഘടന ഗതികേട് പറയണ്ടോ? ഇയാൾ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇയാളൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇനി അങ്ങനെ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ടൊരു മുസ്ലിം സംഘടന വരികയാണെങ്കിൽ ഞാൻ അതിന്റെ മുന്നിൽ ഞാൻ എന്ന് പ്രവർത്തിച്ചു കൊള്ളാം. ഇത് പറയുമ്പോ പത്രക്കാരൊക്കെ ചിരിയോട് ചിരിയാ, മാധ്യമ പ്രവർത്തകന്മാർക്ക് ചിരി വരികയാണ്. കാരണം ഒരു മണ്ഡലത്തിൽ പോലും തോൽപ്പിക്കാൻ പറഞ്ഞപ്പോ ഇരട്ടി ഭൂരിപക്ഷത്തോടെ ജയിച്ചെങ്കിൽ ഇയാൾ എല്ലാ മതസംഘടനകൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും നേതൃത്വം കൊടുത്താൽ ആ സംഘടനകളുടെ അവസ്ഥ എന്തായിരിക്കും? പറയണവർക്കുങ്ങൾ
കണ്ടോ? എന്നെ നിങ്ങളൊക്കെ സഹായിക്കുകയാണെങ്കിൽ ഞാനിന് മുന്നിൽ നിൽക്കാം. ഇയാളൊരു അഹങ്കാരം നോക്കി. നിങ്ങൾ അഹങ്കാരത്തിന് കയ്യും കാലും വളർത്തത് കാന്തപുരം പേരിടായില്ലേ? അയാൾ പറഞ്ഞ വാക്ക് നോക്കൂ. നിങ്ങൾ ഇവിടുത്തെ എല്ലാ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കുകയാണെങ്കിൽ ഇയാൾ മുന്നിൽ നിൽക്കാം. അപ്പൊ ഇയാളെ പൂതിയും പോക്ക് എടുക്കാൻ മനസ്സിലായില്ലേ? ഇയാളെ ലക്ഷ്യം എന്താ മനസ്സിലായില്ലേ? ഇയാൾക്ക് വല്ല സ്വാധീനമുണ്ടോ? എവിടെയെങ്കിലും ജയിപ്പിക്കാനുള്ള വല്ല സ്വാധീനമുണ്ടോ? വെറുതെ അവകാശവാദം ഉന്നയിക്കുന്നല്ലാതെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് ഇത് ശരിക്കും മനസ്സിലാക്കി. ഇന്നലെ രാത്രി മുസ്ലിം ലീഗിന്റെ സമ്മന്നതനായ നേതാവ് PKK ബാബ തുറന്നടിച്ചു പറഞ്ഞില്ലേ, അയാൾക്കൊന്നുമില്ല, അയാളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങളിത് പണ്ടേ മനസ്സിലാക്കിയതാണ്. ഞങ്ങൾ അയാൾക്കെതിരെ തന്നെയാണ്. PKK ബാബ ഇന്നലെ കോഴിക്കോട് ചെന്ന് തുറന്നടിച്ചു പറയുകയുണ്ടായി. കേൾക്കും നിങ്ങൾ. കണ്ടോ? എന്റെ ജയിച്ച പിന്നാലെ കൂടാ. കഴിഞ്ഞ നിയമസഭയിലും കറിയില്ലേ, മുസ്ലിം ലീഗ് 24 സീറ്റ് മത്സരിച്ചു. 20 സീറ്റിൽ ജയിച്ചപ്പോ ഇയാൾ പറയണ്ട, 20 സീറ്റിലും മുസ്ലിം ലീഗ് ജയിച്ച് ഞങ്ങളെ ശക്തി കൊണ്ടാണ്. 20 സീറ്റിലും മുസ്ലിം ലീഗ് ജയിച്ച് ഞങ്ങളെ ശക്തി കൊണ്ടാണ് പറഞ്ഞില്ല അദ്ദേഹം. കേൾക്കും നിങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞതാണ്. എന്താണ് ഈ അവസ്ഥ? ആരെയും ഇന്നിപ്പോ ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് കാന്തപുരത്തിന്റെ ക്ലിപ്പ് ഉണ്ടാ മതി, വേറൊരു പണിയും വേണ്ട. വല്ലാതെ മാനസിക ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് കാന്തപുരത്തിന്റെ പഴയ ക്ലിപ്പ് എടുക്കുക, അതിങ്ങനെ കണ്ടിരുന്നാല് ടെൻഷനൊക്കെ പോകും, നല്ല ചെവി വന്നു വരും, മനസ്സിന് ആഹ്ലാദ ഉണ്ടാവും. ഈ നിലക്കുള്ള ഓരോ ക്ലിപ്പുകളാണ്. മുസ്ലിം ലീഗ് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇയാളുടെ ശക്തി ഇല്ലാതെ ലീഗ് ഒരിടത്തും ജയിക്കൂലാന്ന് ഇത് പറയാനൊരു മടിയില്ലാത്ത സാധനം. അങ്ങനെ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിരുന്നൊരു കാലത്ത് ഇയാളൊക്കെ വല്ല ശക്തിയുമുണ്ട്, ഇയാളെ കൂടിയാൽ വല്ലതും കിട്ടുമെന്ന്. അതിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ സഖാവ് ടി കെ ഹംസ. ഹംസാക്ക മലപ്പുറം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ, ഞാൻ AP സിന്നിയാണ്. ആ ഹംസാക്കാരൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കി, AP സിന്നി എന്ന് പറയും. ഉണ്ടൂല ഹംസാക്ക, ഉണ്ടൂല. കാരണം ഹംസാക്ക പഠിച്ചു. ഹംസാക്ക ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ പ്രസ്താവന നടത്തി. കേൾക്കുന്നു. കണ്ടോ, ഞാനൊരു AP സുന്നിയാണെന്ന് പറഞ്ഞ് പരസ്യമായി കൊണ്ട് പത്രസമ്മേളനം നടത്തി തെരഞ്ഞെടുപ്പ് നവീകരിച്ചപ്പോ അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ടി കെ ഹംസ ആ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ ഹംസാക്ക പറഞ്ഞെന്താ, അയാള് വല്ലാത്ത ചതിച്ചത്. എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഹംസാക്ക നമ്മളോട്ട് ഇങ്ങക്ക് തന്നെയാണ്. ഈ അഹ്മിനെ കണ്ടപ്പോ പറഞ്ഞു, അഹ്മാക്ക നമ്മളോട്ട് ഇങ്ങക്ക് തന്നെയാണ്. അയാളുടെ കയ്യിൽ സാധനമൊന്നുമില്ലേനു. അയാൾ കൂട്ടും ചതിന്റെ ആളാണ്. ഹംസാക്ക പറഞ്ഞില്ലേ, മുനാഫിക്കാണ് അദ്ദേഹം, കടുത്ത മുനാഫിക്കാണ്. ഹംസാക്ക നമ്മളൊന്ന് പറഞ്ഞെന്താ, സത്യനാരായണ കവിയത്തിൽ നിന്നപ്പോ അയാളൊന്ന് സ്വർഗത്ത് പോകൂല എന്ന് പറഞ്ഞത്. അയാൾ സ്വർഗത്ത് പോകൂല. ഇനി അയാളൊക്കെ പോകണേ ആദ്യം ഞാൻ പോകണം. ഞാൻ പോയിട്ട് ഒരു കട്ടൻ ചായ കുടിച്ച് ഒരു ദിനേശ് ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോ വന്ന് കയറിയ കാണാ, അല്ലാതെ അയാളൊന്നും കയറൂല. തുറന്നു പറഞ്ഞില്ല ഹംസാക്ക. ഇപ്പൊ ഈ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഹംസാക്ക പറഞ്ഞില്ലേ, കാന്തപുരത്തിന്റെ പ്രഖ്യാപനം അനവസരത്തിനായി, അത് വേണ്ടിയില്ലായിരുന്നു. കാരണം ഹംസാക്കറിയാം, അയാൾ മുണ്ടിയാൽ നഷ്ടം വരുന്നു. ഇപ്പൊ ഇവിടെ എത്ര CPM-കാരാ, CPI-കാരാ നമ്മോട് വിളിച്ചു പറഞ്ഞു.
ഞങ്ങൾക്ക് ഈ വർഷം വോട്ട് ചെയ്യുന്നത് കാന്തപുരത്തിനോടുള്ള നിശ്ചയമുണ്ടാണ്. കാന്തപുരത്തിന്റെ പ്രഖ്യാപനത്തിലുള്ള ദേഷ്യമെന്താണ്, അല്ലാതെ ലീഗിൽ നോക്കിയിട്ടോ UDF നോക്കിയിട്ടോ അല്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധമുള്ള, പ്രത്യേകിച്ച് അട്ടപ്പാടി പോലുള്ള ആ ഭാഗങ്ങളിലൊക്കെ സംസ്ഥാന പ്രവർത്തകന്മാർ CPM-കാരാണ്, CPI-കാരുണ്ട്, DVS-ന്റെ പ്രവർത്തകന്മാരുണ്ട്, AS-ന്റെ പ്രവർത്തകന്മാരുണ്ട്, SFI-ന്റെ പ്രവർത്തകന്മാരുണ്ട്. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ഈ വർഷത്തോട്ട് എന്തായാലും ശരി ഞങ്ങൾ ചെയ്യുന്നത് അത് കാന്തപുരത്തിനോടുള്ള പ്രതിഷേധത്തിന്റെ വോട്ടാണ്. അത് ഞങ്ങൾ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും കോണിക്കാകും. ആ പ്രതിഷേധ വോട്ടുകളാണ് ഈ ഭൂരിപക്ഷം കൂട്ടിയത്. അവരുടെ എതിർപ്പ് കാന്തപുരത്തിനോടുള്ള എതിർപ്പാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, പല മഹല്ലിൽ ചെന്നപ്പോ ശക്തമായ എതിർപ്പാണ് ഇവർക്കുണ്ടായത്. ആ കൂട്ടത്തിൽ നമ്മൾ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഇന്നൊരാള് ഹുദൂരിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമായി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ സംരംഭത്തുമായി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിസന്ധി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അകമണി സഹായിച്ചവർ, കഠിനാധ്വാനം ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു മറാഫത്ത് നൽകട്ടെ. പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഒരിക്കലും പോകരുത്, എല്ലാവരോടും നിൽക്കണം. പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നിൽക്കണം. നാളെ അവിടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയമാണ്. നമുക്ക് വേണ്ടി പ്രത്യേകം ഇവരെ സഹായിച്ചതാണ്. ആ പുറത്തുള്ള പ്രവർത്തകന്മാരൊക്കെ ആ കസാര ഉള്ളിലേക്ക് അടുക്കി വെക്കണം. ഈ പേപ്പറുകളൊക്കെ എല്ലാവരും ഒറ്റടിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ മണ്ണാർക്കാട്ടെ പ്രവർത്തകന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അന്ന് നിമിഷം കൊണ്ട് ആ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുന്ന നല്ല സെറ്റപ്പുള്ള, അച്ചടക്കമുള്ള, സ്നേഹമുള്ള, ഐക്യമുള്ള നല്ലവരായ പ്രവർത്തകന്മാരാണ്. അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവിന്റെ നല്ല ലക്ഷ്യങ്ങൾക്ക് നിറവേറ്റണേ റഹ്മാനെ. ജോലികളിൽ, കച്ചവടങ്ങളിൽ അഭിവൃദ്ധിയും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ.